നന്ദനുമേൽ ദുർവിധിയുടെ പൈശാചിക താണ്ഡവമോ? ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ എന്ത് ചെയ്യും ഗിരീഷേട്ടാ? ഹലോ, അങ്ങനെ നമ്മുടെ സുഗമോ ദേവി പുതിയ പ്രമോല് നമ്മുടെ ദേവിക അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ശാരീയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിയമത്തെ അറിയിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ശാരി ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ അറിയിക്കാൻ പോവുകയാണോ, നന്നിട്ട് എൻ്റെ ജീവിതം പോകൂലേ ചേച്ചി എന്നൊക്കെ പറയുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലാണെങ്കിൽ വീണ്ടും ആ ശാപം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നന്ദൻ ഭയങ്കര കരച്ചില്ല. നമ്മുടെ നന്ദൻ ഗിരീഷേട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഗിരീഷേട്ട ഇനിയിപ്പോൾ ഞാൻ സാധാ മനുഷ്യനല്ലല്ലോ, ഞാനൊരു കൊലയാളിയല്ലേ, കൊലപ്പുള്ളിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗിരീഷേട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എനിക്കിനി രക്ഷയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിക ആണെങ്കിൽ അപ്പുറത്ത് ഭയങ്കര കരച്ചില്ല. ഞാൻ എന്ത് ചെയ്യും, താൻ നിയമത്തിൻ്റെ ഒരു പ്രതിനിധിയുമായി പോയി തൻ്റെ ഭർത്താവിനൊരു കയ്യബദ്ധം പറ്റി, താൻ ഇനി ഭർത്താവിനെ എങ്ങനെ രക്ഷിക്കും എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഇതിപ്പോൾ മൊത്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഋഷി മരിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യം അറിഞ്ഞാൽ മാത്രമേ നന്ദന് രക്ഷയുള്ളൂ അല്ലേ. അത് മിക്കവാറും നമ്മുടെ അരുന്ധതി തന്നെയായിരിക്കും നമ്മുടെ ദേവികയെ അറിയിക്കാൻ പോകുന്നതും. എന്തായാലും കണ്ടു തന്നെ അറിയാട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.